ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിക്കാണ്. അപ്പോൾ ഞാനും ബാബും കൂടി ഇന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കാണ്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് ഡോക്ടറെ കാണിക്കണം. തൊണ്ടയിൽ കുറച്ച് കിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ബാബുന് ചെരുപ്പ് എടുക്കാണ്ട്. അത് മാത്രമല്ല, എനിക്ക് കൊറിയർ കിട്ടിയിട്ടുണ്ട്. അത് ഇനി കൊറിയർ ചെയ്യാനുണ്ട്. കൊറിയർ ചെയ്യാണ്ട്. അപ്പൊ നമുക്ക് പ്രിന്റിംഗ് ഷോപ്പിലൊക്കെ പോവാണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ട്. ഒന്ന് രാവിലെ തന്നെ മഴ പെയ്തില്ല. അപ്പൊ ഇവിടെ വന്നാൽ മഴേന്റെ സീനാണ്. നമ്മൾ ഷോട്ട് എടുക്കാനൊക്കെ നിന്നപ്പോ പെരുമഴത്തേന്നു. ഡോക്ടർ പോകും. അപ്പൊ അതിന്റെ മുന്നേ ഞങ്ങള് പോയി വരാം. നമ്മൾ പോകുന്ന കാഴ്ച അവിടുത്തെ കാഴ്ചകൾ കാട്ടിത്തരാം. നമ്മൾ മലപ്പുറം ബ്ലോക്കിലാണ് പോകാനായിട്ട് ഉദ്ദേശിച്ചത്. അവിടെ പോയാൽ മതി. അതിനുള്ള ഒരു അകത്ത് തന്നെ ഉള്ളൂ. ചെറിയ കിച്ചുള്ളൂ. പക്ഷെ എനിക്ക് പേടിയാണ്. ചെറിയ എന്തെങ്കിലും വന്നാൽ തന്നെ എനിക്ക് പേടിയാണ്. പെട്ടെന്ന് മാറ്റണം. അതാണ് എന്റെ ഒരു ഇത്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മള് വീട്ടിൽ നിന്ന് ഇങ്ങനെ പോവാണ് ട്ടാ. കേക്ക് ഉണ്ടാവോ? അപ്പൊ എന്തായാലും നമ്മളിത് എങ്ങനെ പോവാണ്. ഇതൊക്കെയാണ് നമ്മളെ നാട്ടില് എന്താ പറയാ, റോട്ടുമൊക്കെ എത്താനുള്ള വഴി. ഞങ്ങിട്ടാ നോക്കണ്ട്. ഇത് കൊല്ലൂരാളെ. ഗൈസ്, ബാബുന് ഇപ്പൊ മറിച്ചിനെ നിലത്തിട്ടീനോള്. അപ്പോൾ കേസ് ഞങ്ങളിങ്ങനെ മായ വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്നാട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയുള്ള സെറ്റപ്പിലാണ്. ഇതോ രാജേട്ടനെ പോണ്. അപ്പോൾ ഏതായാലും ഇനി പറഞ്ഞൊക്കെ നേരമില്ല. അപ്പോൾ ഗൈസ് പോയി വരാം. നമ്മളിപ്പോൾ ഉള്ളത് പമ്പിലാണ് കേട്ടോ. പിലാക്കൽ പമ്പിലാണ്. എണ്ണ അടിച്ചിട്ടാണ് നമ്മൾ പോണ. എണ്ണ തീരില്ലായിരുന്നു. അങ്ങനെയാണ് പോണ വഴിയാണ്. മഴ പെയ്തിട്ട് റോഡൊക്കെ ഒന്നാകാൻ നനഞ്ഞ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോണത് കോട്ടപ്പടിക്കൊക്കെയാണ്. അവിടെ എത്തിയതിനു ശേഷം ഞാൻ കാണിക്കണത് ഇത് ഞാൻ പഠിച്ച ഗേൾസ് സ്കൂളാണ് കേട്ടോ. ഞാൻ 10 ഗേൾസിലായിരുന്നു. അങ്ങനെ നമ്മൾ ബ്ലോക്കിലെത്തി. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പുറത്തുണ്ടായപ്പോൾ തിരക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര തിരക്ക്. ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ബ്ലോക്കിലൊക്കെ കാണിച്ചിട്ട് ഉള്ളിൽ നിന്ന് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എന്നാലും എടുത്തേക്കുന്ന ജസ്റ്റ് ഒക്കെ മരുന്ന് വാങ്ങിയിട്ടില്ലല്ലോ. മരുന്ന് വാങ്ങിയിട്ടില്ല. ഒന്നാമതാണ് വൈകുന്നേരം 8 മണി വരെ മരുന്ന് ഇവിടെ കിട്ടും, ഫ്രീ ആണ്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. നമ്മളെ പർച്ചേസും കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു അപ്പം എന്തായാലും ഒരു 2-3 പിന്നെ ഇവിടെ കാലിയേക്കാരം നമുക്ക് അങ്ങോട്ട് വാങ്ങി പോയാൽ മതി. ഇപ്പോൾ ഭയങ്കര തിരക്കാ. ടോക്ക് എടുത്ത് മാനം കിടും. ഇവിടത്തെ വരി അവിടെ നിന്ന് നിൽക്കുന്നത്. ഡോക്ടർ എന്താണോ തീരെ തിരക്കില്ല? തീരെ തിരക്കില്ല. ഞാൻ സത്യം പറയട്ടെ ബാബു, ആ ഡോക്ടർ എന്താ പറഞ്ഞ പോലും ഞാൻ കേട്ടിട്ടില്ല. ചെവി എവിടെയാണ്? ആ മാസ്ക് ഇട്ടുകൊണ്ട് കേൾക്കാഞ്ഞിട്ടേക്കാണെങ്കിൽ. അപ്പൊ എന്തായാലും മരുന്ന് കിട്ടിയോ? 4 മരുന്നൊക്കെ ഉണ്ട്. വെറുതെ ഒന്നല്ല ഗൈസ്. എനിക്ക് എന്താണെന്നറിയോ, തൊണ്ടവേദനയാണ്. അത് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ നീണ്ടു നിന്നാല് തീരെ വയ്യാകും. പനിയും വയ്യായി കൂടും. അപ്പൊ പെട്ടെന്ന് കാട്ടിയാണ് മാറും. നമ്മളിഞ്ഞി പോണ എടുക്കാം. അപ്പൊ ഇന്ത്യൻ്റെ ബാബുന് ചെരുപ്പ് കാസ്റ്റ് പോകും അല്ലേ ബാബു? അല്ല, ഇവിടുന്ന് പോയിങ്ങാണ്ട് അങ്ങോട്ട് പോവാം. അപ്പൊ എന്തായാലും ഞങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ പാറമല ഉള്ളത്. ബാബുവിന് സാധാരണ ഇവിടുന്നും മറ്റേ ഇവിടെ ഷോ ക്ലബ്ബിൽ നിന്നാണ് എടുക്കൽ. അപ്പോൾ ഇങ്ങനത്തെ ചെരുപ്പായിട്ടാണ് നോക്കുന്നത്. മൂപ്പരാക്ക് അതാണ് ഭംഗിയുള്ളത് കൂടുതലും. നമ്മൾ കാട്ടി കൊടുത്തിട്ടുണ്ട്. നോക്കട്ടെ, കിട്ടിയോ? നോക്കട്ടെ. ഭയങ്കര ചൂടാണ്ടോ പുറത്ത്. അധികം ആൾക്കാരൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് നല്ല കളക്ഷൻസ് ഉണ്ട്. ലേഡീസിന്റെ ബാഗൊക്കെ ഉണ്ട് ആ ഭാഗത്ത് ഇരിക്കുന്നത്. ലേഡീസിന്റെ ചപ്പൽസൊക്കെ അടിയിലല്ലേ ബാബു? ഇവിടെ ജെൻസിന്റെ ഉണ്ടാ. ഈ ഭാഗത്ത് സാധാ നോർമൽ ചെപ്പൽസ് ആണ്. പിന്നെ ആ ഭാഗത്തേക്ക് ഷൂ കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒരു സൈസ് കട്ടി അടിയിൽ. അപ്പോൾ ഇങ്ങനെ ചെരുപ്പ് എടുക്കാണ്. ബാബുവിന് 2-3 മോഡൽ കാട്ടി കൊടുത്തേക്കണേ. അപ്പോൾ അതിൻ്റെ സൈസ് എടുക്കാൻ വേണ്ടി പോയതാണ്.
അത് രസമല്ലേ? ഇന്നാളല്ലേ കുറെ ആയി എടുത്തിട്ട് എനിക്ക് ഇങ്ങനത്തെ ചെരുപ്പ്. എനിക്കിഷ്ടം അങ്ങനത്തെയാണ് ബാബുടനെ. മഴക്കാലത്ത് വള്ളിച്ചെരുപ്പ് ടാസ്ക് ആയിരിക്കും. മഴക്കാലം കഴിഞ്ഞ് അറിഞ്ഞില്ല കുട്ടാ. ചെരുപ്പെടുക്കാൻ പോയ ആളെ കാണാഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ തിണ്ടി തേരോടെ തുടങ്ങിയിട്ടാണ്. ഞാൻ നേരെ പോയത് ബാങ്കിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്. കാരണം ഞാൻ കുറേ ദിവസമായി എനിക്കൊരു കുഞ്ഞി പേസ് അന്വേഷിച്ച് നടക്കണു. അപ്പോൾ അതിന് പറ്റിയ വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടി പോയാട്ടാ. നോക്കിയാൽ മാത്രമേ ഉള്ളൂ, വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ ചെരുപ്പിന് സൈസൊന്നും ഇല്ലാത്തതുകൊണ്ട്, ബാബുവിന് പറ്റിയ ചെരുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കുന്നുമ്മിലുള്ള ഈ ഒരു മിൽമൻ്റെ ഒരു എന്താ പറയുക കൂൾബാറിന് വേണമെങ്കിൽ പറയാം, ചെറിയൊരു പെട്ടിക്കട. അവിടുത്തെ ഒരു കഞ്ഞിവെള്ളം മയത്തൊരു ലൈമുണ്ട്. അത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ, അങ്ങനെ അത് കുടിക്കാൻ. നമ്മളിപ്പോ കുന്നുമലുള്ളത് മിൽമ എന്ന് പറഞ്ഞാൽ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കണ്ടു കുടിക്കലുണ്ട്. ഭയങ്കര രസമാണ്. അപ്പൊ നമ്മളത് കുടിക്കാനായിട്ട് വന്നാട്ടാ. ബാബു കയമ്പൂരും കഞ്ഞിണ്ടാവും. അതെ, അവങ്ങനെ ചെരുപ്പ് നോക്കിക്കൊണ്ട് നമ്മളിപ്പോ വന്ന് കുന്നുമല എത്തിട്ടാ. ഷോപ്പൊന്നും നോക്കിയില്ലാണ്ട് കേറി. ഇനിയിപ്പൊ ഷോപ്പൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാട്ടിത്തരാം. ഇങ്ങനത്തെ മോഡൽ ചെയ്യുന്നില്ല ആദ്യം ബാബു വാങ്ങിയത്. ഇതാ ബാബു ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന മോഡലാണ് ഇത്. ചെറിയ കുട്ടികൾക്കല്ലേ ഇറങ്ങി. അത് വേണ്ട, എന്ത് കാലുമൊക്കെ ഇട്ടിട്ട് ചോർക്ക് കിട്ടണില്ല. ഫാഷൻ നോക്കാം. അപ്പൊ വലിയ സൈസ് ആള് എടുക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെയുണ്ട് കമന്റ്? ഇതാണ് ഉദ്ദേശിച്ചത്. കുറച്ച് നോക്കാം, കാണുമ്പോ രസമൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ബോയ്സിന്റെ സെക്ഷനാണ്. ചെറിയ ആൺകുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും വലിയ ബോയ്സിനൊക്കെ പറ്റിയ സെക്ഷനാണ് ഇവിടെ കേട്ടോ. അപ്പൊ അത് ഷൂസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഗേൾസിന്റെ ഭാഗമാണ് കേട്ടോ. അയ്യോ, അതൊന്നും കണ്ടിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഈ സെക്ഷന് ഗേൾസിന്റെയാണ്. അവിടെ ഫാൻസി ഐറ്റംസ് ആണ് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ കിഡ്സിന്റെ ഉണ്ടോ. നല്ല നിലയ്ക്ക് ചപ്പൽസ് ഉണ്ട്. എന്നെ കാണാൻ ഒരു പഞ്ഞി കുട്ടന്മാരമായിട്ടാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ വലുത് ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോ കണ്ണിന് ഇഷ്ടം. നോക്കട്ടെ, ചിലപ്പെങ്കിലേ വാങ്ങുള്ളൂ, ജസ്റ്റ് നോക്കാൻ. ഞാൻ കൂടുതലും ഹീൽസ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഷോപ്പാണ് കേട്ടോ. ഇത് സ്റ്റെപ്സ് ആണെന്ന് തോന്നുന്നുണ്ട് ഷോപ്പിൻ്റെ പേര്, സ്റ്റെപ്സ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി പോകണം എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി പോകട്ടോ. ഇപ്പൊ നമ്മളുള്ളത് പ്രിന്റോപ്പിയയിലാണ്. ഞാൻ അവിടുന്ന് പ്രിന്റ് എടുക്കല്ല. അപ്പൊ ഇനി പ്രിന്റ് എടുക്കണം. ഇവിടെ തന്നെയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പൊ നമുക്ക് പോയോക്കാം. അവിടെ ചെന്ന് ഞാൻ എൻ്റേതായ കാര്യങ്ങൾക്ക് കടന്നു. പിന്നെ വീഡിയോക്കൊന്നും യാതൊരു ശ്രദ്ധയും കാര്യങ്ങളില്ല കേട്ടോ. കാരണം അവിടുന്ന് തന്നെയാണ് ഞാൻ പ്രിൻ്റ് എടുത്ത് ഫുള്ള് സാധനങ്ങൾ സെറ്റ് ചെയ്ത് അവിടുന്ന് തന്നെ കൊറിയർ അയക്കാമെന്ന് വിചാരിച്ചിട്ട് ഒറ്റയ്ക്കാണ് പോയതാണ്. അങ്ങനെ ചെയ്യുകയാണ് നമുക്ക് കൂടുതലും ലാഭം കേട്ടോ. എന്തുകൊണ്ടും ലാഭം അങ്ങനെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ബാബുവിൻ്റെ ഒറ്റ സഹായം ഉള്ളതുകൊണ്ടാണ് എനിക്ക് എല്ലാതും ഒന്നിച്ച് കൊണ്ടെടുക്കാൻ പറ്റുന്നത് കേട്ടോ. കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട്, എങ്ങനെ ഇതൊക്കെ പാടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. യൂട്യൂബ് എഡിറ്റിങ്ങും യൂട്യൂബ് കാര്യങ്ങളും ഈ ഗ്രാഫ്റ്റിൻ്റെ ഐറ്റംസും ഒക്കെ ഞാൻ എൻ്റെതായ മെയിൻറ്റെയിനും കാര്യങ്ങളും ചെയ്തു പോകുന്നത് ബാബുവിൻ്റെ ഒറ്റൊരാളെ സപ്പോർട്ടിലാണ്. അപ്പം നല്ല സപ്പോർട്ടീവാണ്. അതാണ് എൻ്റെ വിജയം സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മളെ എൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ബ്ലോക്കിലായിട്ടുള്ളത് ഉള്ളിൽ പോയേക്കാം. അവിടെ ഒന്നും ആരും ഉണ്ടാവൂല. ഇങ്ങനെ ചെയ്യണ സത്യത്തിൽ നല്ല ലാഭം. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞാണ്ട് സാവധാനം വന്ന് മരുന്ന് വാങ്ങിയാൽ മതി. 4 മണി വരെ ഉള്ളതുകൊണ്ടൊരു കുഴപ്പമില്ല. അപ്പൊ ആണെങ്കിൽ കാണിച്ചു കേട്ടോ. ദാണ്ടില്ലേ ഒരാളൊരു മനുഷ്യ കിട്ടിയില്ല. അപ്പൊ ബാബു മരുന്ന് വാങ്ങാൻ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പണി നടക്കും. ഇവിടെ നിന്ന് ബോറടിക്കില്ല. നേരെ ചെല്ല, മരുന്ന് വാങ്ങാൻ പോരാ. അവിടെ മരുന്ന് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നാമത് ചെയ്യാനായിട്ട് മരുന്ന് കുടിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്.
പക്ഷെ അതൊന്നും നടന്നില്ല, വയ്യ തീരെ ഇപ്പൊ സത്യത്തില്. അപ്പൊ മരുന്ന് നമ്മൾ വാങ്ങിയില്ലേ ഇതിലോ? യെസ്, മരുന്നൊക്കെ വാങ്ങിയില്ലേ. അപ്പൊ ഞങ്ങൾ ഇനി ഡെലിവറി ചെയ്യാൻ വേണ്ടി മറ്റേ DTPC പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അത് പോയാൽ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കല്ല, പോകാതിരിക്കണം. പോവാൻ നിക്കണം. ഇടക്കിടക്ക് തപ്പത്തപ്പീഴൊക്കെ ഉണ്ടാവും. തപ്പത്തല്ല, അത്. അപ്പൊ ഏതായാലും നമ്മള് DTPC കാണാം. കൊട്ടപ്പടി എന്നല്ല, ആൽത്തൂർപടിക്കുള്ള DTPCയിലാണ് നമ്മള് സാധാരണ ചെയ്യലുള്ളത്. അങ്ങോട്ടാണ് നമ്മള് പോകണം കേട്ടോ. ഇവിടെ പോണോ? സാധനത്തിന്റെ കടഞ്ഞോട് പോകണോ? അവിടെ സ്റ്റെപ്പ് വരണം. മേലാണ് മടിയല്ല, അത് അവിടുത്തെ സ്റ്റെപ്പിൽ പോകേണ്ട അവസ്ഥ. അതിന് മടിയാണ് ഗൈസ്. ഇനിയിപ്പോ നമുക്ക് എന്തായാലും നമ്മളെ ഇവിടെ പോവാം. നമ്മള് DTPCന്റെ ആ ഒരു ഭാഗത്ത് എത്താനായിരിക്കുന്നു കേട്ടോ. മഴ ഇന്ന് മഴ ദിവസമാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. മഴയാണ് ഫുള്ളും. എല്ലാ കഥ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പിന്നെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ ഫോണ് കളിക്കാണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ DTPC എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് DTPC. അങ്ങനെ DTDCയിൽ എത്തിയിട്ട് ഇതാ ബാബു കൊറിയറിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് കണ്ടു. അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് നേരം കിളികളൊക്കെ നോക്കി നിന്നു. ഞാൻ ഉള്ളിൽ 2-3 ടിന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാണ്ട് അതാ ടിന്നെ കാണാത്ത. സംഭവത്തിന്റെ ഷോപ്പൊക്കെ എത്തിയപ്പോഴേ കുൽഫി വേണം, കുൽഫി വാങ്ങാം. എങ്ങനെ ഇവിടുത്തെ കുൽഫി ഒരു വൈബാട്ടോ അല്ലേ? കുൽഫിയും കുൽഫനും ടോണ്ടോ. ഡെലീഷ്യസ്. Amazon. അപ്പോൾ ബാബു ഫുഡ് കഴിച്ചുകൊണ്ട് കാണട്ടാ. നല്ല മുളകിട്ട ചെറിയ എന്താ പറയുക, കുഞ്ഞിമത്തി മുളകിട്ടതും പൊരിച്ചതും ചോറുട്ടാ. അപ്പോൾ ഫുഡ് അടിച്ചുകൊണ്ട് നിൽക്കണം. വന്ന് കയറിയൊക്കെ ഫുഡ് അടിക്കാനിരുന്നു. യാതൊരു മൈൻഡും ഇല്ല കേട്ടോ വീഡിയോക്ക് ഒന്നും. അതൊക്കെ കേട്ടോ. ഞാനും കഴിക്കട്ടെ. കഴിഞ്ഞിട്ട് വർത്തമാനങ്ങളൊക്കെ വിശക്കണം, നല്ല വിശക്കണം. നേരം കുറയില്ല. പിന്നെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.